ഗൈസ് ഈ ഒരു ജൂൺ 10-ാം തീയതിയാണ് ഇന്ത്യയുടെ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരം നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മത്സരമാണ് എഗെയിൻസ്റ്റ് ഹോങ്കോങ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഡിനെ വിളിച്ചിരിക്കുകയാണ്. ക്യാമ്പ് കൊൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്യും മെയ് 18-ാം തീയതി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നു. നമ്മൾ മനോലോ വന്നപ്പോൾ തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, ഒരു വലിയ ക്യാമ്പ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ആവശ്യകതയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സമയം പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ലീഗ് നടക്കുന്ന സമയത്ത് വലിയ ക്യാമ്പ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. എന്താണെങ്കിലും ISL അല്ലെങ്കിൽ ലീഗിനൊക്കെ ശേഷം FC ഗോവയുടെ ദൗത്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം കംപ്ലീറ്റ്ലി നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്തായിരിക്കും അതിനൊക്കെ ഒരു അരങ്ങൊരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഇപ്പം ആ കാര്യം ഒരു അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. എന്നാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞാൽ മെയ് 18-ന് ആണ് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28-അംഗ ഒരു സ്ക്വാഡാണ് ഇപ്പോൾ മനോലോ പ്രഖ്യാപിക്കുന്നത്. എന്താണെങ്കിലും ഹോങ്കോങ് മത്സരത്തിന് മുമ്പാണ് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട്ലി മത്സരം തായ്ലൻഡ് പോലെയുള്ള ടീമിനെതിരെ അതും തായ്ലൻഡിൽ പോയി കളിക്കും എന്നുള്ളതൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു 35-അംഗ ഒരു സ്ക്വാഡിനെ ക്യാമ്പിലേക്ക് വിളിക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവൊക്കെ ആയതുകൊണ്ട് തന്നെ. കാരണം ഇതിൽ അദ്ദേഹത്തിന് വേണ്ടാത്ത പ്ലേയേഴ്സിനെ ഒഴിവാക്കാൻ കഴിയണം. ഇഞ്ചുറി പ്ലേയേഴ്സിനൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വേണം ഒരു 25-23 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യേണ്ടത്. ഇത് 28 എന്ന് പറയുന്നത് നമ്പർ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറേ താരങ്ങൾ ഈ ഒരു സ്ക്വാഡിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം 28-അംഗ പ്ലേയേഴ്സിനെ മാത്രമേ ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? മനോലോ ഈ ഒരു ജൂണോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ദൗത്യമൊക്കെ അവസാനിപ്പിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഓരോ പൊസിഷനിലേക്കും കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരാം. അവിടെ പിക്ക് ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സ് അമരീന്ദർ സിംഗ്, വിശാൽ ഖേത്ത്, ഗുർമീത്ത്, ഋത്തിക് തിവാരി എന്നീ താരങ്ങളാണ്. ഇത്തവണയും ഗുർപ്രീത് സിംഗ് സന്ധുവിനെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഗുർപ്രീത് ഇപ്പം നോർവേയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൾഡ് ക്ലബിൽ ഒരു ട്രെയിനിങ് ഒക്കെ വേണ്ടിയിട്ട് 1-2 മാസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്താത്തതെന്നുള്ള അറിയത്തില്ല. എന്നാണെങ്കിലും അദ്ദേഹം ഒരു റീമോട്ടിവേറ്റ് ആയിട്ട് തിരിച്ചു വരിക, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് സീസൺ മോശമായിരുന്നു എന്നൊക്കെയുള്ളത് ശരിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നാഷണൽ ടീമിൽ അദ്ദേഹത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് വിസ്മരിക്കാനാകത്തില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരിക എന്ന് പറയുന്ന അനിവാര്യതയാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഒക്കെ ബെറ്ററായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ എടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം വിശാൽ ഖേത്തിനെ എടുത്തത് ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ISL നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ അമരീന്ദറിനെ സ്റ്റിൽ ഇനിയും പരിഗണിക്കണം എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അപ്പം ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന താരം ഈ ISL എക്സെപ്ഷണൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ്. സൂപ്പർ കപ്പിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോഴും പിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുർമീതിന് ഒരു കുറച്ചും കൂടി യങ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഋത്തിക് തിവാരിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം നാഷണൽ ടീമിലേക്കൊക്കെ വരാനുള്ളൊരു ലെവലിലേക്ക് ആയോ എന്ന് പറയുന്ന ചോദ്യമുണ്ട്. ചിലപ്പോൾ ഒരു 4th ചോയ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ആൽബിനോയെ എടുക്കാത്തതിൽ അമരീന്ദറിനെ എടുത്തു എന്ന് പറയുന്നൊരു കാര്യത്തിലും ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. സെൻട്രൽ ബാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള താരങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സന്ദേശ് സിംഗിനെ എടുത്തിട്ടുണ്ട്, അൻവർ അലി വരുന്നുണ്ട്, അതുപോലെ മെഹ്താബ് സിംഗ് വരുന്നു, രാഹുൽ ബെക്കെ, ചിങ്ലേൻ സന സിംഗ്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ബാക്സിനെ തന്നെയാണ് പിക്ക് ചെയ്തത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ പറയത്തക്ക പ്ലേയേഴ്സിനെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴും ആ കാര്യം നമുക്ക് പറയേണ്ടതാണ്. ഇപ്പം റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ആശിഷ് റായ്, ബോർ സിംഗ് നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പം സുഭാഷിഷ് ബോസ് ആൻഡ് റോഷൻ, ഇവരും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളതാണ്. അഭിഷേക് സിംഗിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിലും 2 വിങ് ബാക്ക് പൊസിഷനിലും കളിക്കാൻ പറ്റിയിട്ടുള്ള താരമാണ്. അങ്ങനെ ഒരു നല്ല പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാൽപുയെ കൂടി എടുക്കാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 35 പ്ലേയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. വാൽപുയ നല്ല പ്ലെയറാണ്. എസ്പെഷ്യലി ഡിഫൻസീവ് വൈസൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എടുത്ത് പറയേണ്ടതാണ്. നാഷണൽ ടീമിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യവും എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണല്ലോ. ഇനി മിഡ്ഫീൽഡിലേക്ക് വരാം. ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അപ്പൂയ തന്നെയാണ്. അപ്പൂയ ഈ സീസണിൽ എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. അതിനോടൊപ്പം നിഖിൽ പ്രഭു കഴിഞ്ഞ 2 സീസണായിട്ട് നല്ല പെർഫോമൻസ് നടത്തിയിട്ട് ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന് നാഷണൽ ടീമിലേക്കുള്ളൊരു കോളപ്പ് കിട്ടുന്നത് എന്നുള്ളതാണ്. അത് എന്താണെങ്കിലും നന്നായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ജിക്സനൊക്കെ ഇത്തവണ ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. DM പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും പൊതുവേ കുറച്ച് ദാരിദ്ര്യമുള്ളൊരു ഏരിയ തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ. സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും സുരേഷ് ആൻഡ് ആയുഷ് ഛേത്രിയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. സുരേഷിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി പ്രോബ്ലം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആയുഷ് ഛേത്രി നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം നാഷണൽ ടീമിൽ കളിച്ച പ്രകടനങ്ങൾ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ വേറെ ഓപ്ഷൻസ് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്
എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പം ബ്രാൻഡനെ മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഈ സമീപകാലത്തായിട്ടൊക്കെ നേരിടുന്നുണ്ട്. അപ്പം സഹൽ സൂപ്പർ കപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ISL അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങൾ കാരണം കളിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തുകൊണ്ട് സഹലിനെ പിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ബ്രാൻഡൻ മാത്രമേ ആ പൊസിഷനിലുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പരിഗണിക്കുമ്പോൾ. ഇനി ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇപ്പം മഹേഷ്, ലിസ്റ്റൺ, ആഷിഖ് എന്നീ താരങ്ങളാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ആഷിഖ് കുറച്ച് മിനിറ്റ്സേ കളിച്ചിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മിനിറ്റ്സ് കളിച്ചത് എപ്പോഴും ഇമ്പ്രസീവ് ആണ്. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു നാഷണൽ ടീം മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് എന്നുള്ളതാണ്. മഹേഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പറയാൻ പറ്റും. റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഉദാന്ത, ധർമ്മശാല, ചാങ്തെ ആൻഡ് മൻവീറിനെ എന്നിവരെയാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉദാന്ത ഒരു ആവറേജ് പെർഫോമൻസ് ഗോവയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉദാന്തയ്ക്ക് വരെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി, സുഹേൽ ഭട്ട് ആൻഡ് ഇർഫാൻ യാദവ് എന്നിവരെയാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം സുഹേലിനെ സൂപ്പർ കപ്പിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിക്ക് ചെയ്തെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഡേവിഡിനെ പിക്ക് ചെയ്തില്ല? ഡേവിഡ് ISL കളിച്ച മിനിറ്റ്സിലൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയർ തന്നെയാണ്. അതുപോലെ എഡ്മണ്ട് ഐ ലീഗിൽ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാവുന്ന പ്ലെയറാണ്. അതുപോലെ ലാലും സാല കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഐ ലീഗിലെ ടോപ്പ് ഇന്ത്യൻ സ്കോററായിട്ട് നിൽക്കുന്ന പ്ലെയറാണ്. അപ്പം നമുക്ക് ഒരു ദാരിദ്ര്യമുള്ള പൊസിഷൻസാണ്. അപ്പോൾ ക്യാമ്പിലേക്കെങ്കിലും ഇവരെ വിളിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്രത്യേകിച്ച് ഇപ്പം മണോള പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നാഷണൽ ടീമിൽ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിനുള്ള ഒരു വേദിയല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ലോങ് ക്യാമ്പ് അതിനുള്ളൊരു വേദിയാക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പറഞ്ഞ ഒരു സുഹേലിനെയും ആയുഷിനെയും ഋത്തിക് തിവാരിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇപ്പം വളരെ ദാരിദ്ര്യം അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ പോലും ആൽബിനെ പോലത്തെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലെയറെ പിക്ക് ചെയ്തില്ല എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. ഇനി ഈ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇതിലാരും ഇഞ്ചുറി ഒന്നും പറ്റി പോകാതിരിക്കട്ടെ, ഇവരൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഡിഫൻസീവ്ലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും. വീക്ക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പിംഗ് പൊസിഷൻ എനിക്കൊരു വീക്ക്നെസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ വിശാലിൻ്റെ ഒക്കെ കാര്യം എടുത്താൽ അദ്ദേഹം ISL നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹം നാഷണൽ ടീമിൽ വന്നപ്പോഴത്തേക്കും ചില പ്രശ്നങ്ങൾ കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ അതൊരു പ്രശ്നം തന്നെയായിട്ട് തോന്നുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ബ്രാൻഡൻ മാത്രമേ ഒരു ചോയ്സ് ആയിട്ടുള്ളൂ, അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. സെൻട്രൽ ഫോർവേഡ് സുനിലിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത. അപ്പം അദ്ദേഹം ഗോൾ അടിച്ചിൽ എന്ത് എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. ഇർഫാനാണെങ്കിലും ആ സ്കോറിങ്ങിലേക്ക് സ്റ്റെപ്പ് ചെയ്യണം, ഇനിയും വരേണ്ടതുണ്ട്. അതുപോലെ സുഹേലാണെങ്കിൽ നാഷണൽ ടീമിൽ ആദ്യമാണ്. അപ്പം അതും ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഡേവിഡ് അല്ലെങ്കിൽ ആലൻ സാല അല്ലെങ്കിൽ എഡ്മണ്ട് പോലത്തെ ഉള്ള താരങ്ങളെയൊക്കെ പിക്ക് ചെയ്തതിന് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി എൻ്റെ ഈ ഒരു ടീമിൽ ഒരു പൊട്ടൻഷ്യൽ ഇലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കേത്ത്, സെൻട്രൽ ബാക്സിലേക്ക് വരുമ്പോൾ സന്ദേശ് ഷിങ്കൻ ആൻഡ് അൻവർ അലി, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പം ബോറിസ് സിംഗ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പം റോഷൻ. ഒരു ഹോൾഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയുക അപ്പുയെയും നിഖിൽ പ്രഭുവിനെയാണ്. കാരണം സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് എന്ന ലെവലിലേക്ക് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് അപ്പുയ. ഈ 2 പ്ലേയേഴ്സിനും ആ ഒരു ക്രിയേറ്റീവ് ഡീപ് ലൈൻ പ്ലേ മേക്കർ എന്ന ലെവലിൽ കളിക്കാൻ പറ്റും. അപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഈ 2 DMസിനെ പിവട്സ് ആയിട്ട് കളിപ്പിച്ചാൽ നന്നായിരിക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് ബ്രാൻഡൻ ഫെർണാണ്ടസ്, ലെഫ്റ്റിലേക്ക് വരുന്ന ഒരു സമയത്ത് ആഷിഖ് കുര്യൻ, റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആലിം ഷാല, ചാങ്തെ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുനിൽ ഛേത്രി. ഇതാണ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11. അപ്പം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കാണിക്കാൻ സനിയ.